മൂത്രത്തിലെ കല്ല് തടയുന്ന പാനീയം: ഇളനീർ, മോര്, നാരങ്ങാവെള്ളം, ചായ. ഉത്തരം നാരങ്ങാവെള്ളം. നാരങ്ങാനീരിലെ സിട്രിക് ആസിഡ് കാൽസ്യവുമായി ബന്ധിപ്പിച്ച് കാൽസ്യം ഓക്സലേറ്റ് കല്ലുകൾ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കും. വൃക്കയിലെ കല്ലുകളുമായി ബന്ധപ്പെട്ട വേദന കുറയ്ക്കാൻ ദ്രാവക ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതും നാരങ്ങാനീര് ഉപയോഗിക്കുന്നതും സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും റൊമാൻറ്റിക്കായ പക്ഷി ഏത്? പ്രാവ്, ബോവർ, അരയന്നം, ലവ് ബേർഡ്സ്. ഉത്തരം ബോവർ. പ്രായപൂർത്തിയായ ആൺ സാറ്റിൻ ബോവർ ബേഡുകൾ പെൺപക്ഷികളെ ആകർഷിക്കുന്നതിനായി പ്രധാനമായും നീല നിറത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ബോവർ നിർമ്മിക്കുന്നു. അവ പ്രിയപ്പെട്ട നീല നിറത്തിലുള്ള വസ്തുക്കളുമായി ഒരു പ്രണയനൃത്തം അവതരിപ്പിക്കുന്നു. നൃത്തം വിജയകരമാണെങ്കിൽ ഇണചേരൽ ബോവർ സ്ഥലത്ത് തന്നെ നടക്കുന്നു. പെൺപക്ഷികൾ പിന്നീട് ഒരു പ്രത്യേക കൂട് നിർമ്മിക്കുകയും അവിടെ മുട്ടയിടുകയും ചെയ്യുന്നു. സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ല രാജ്യം: സൗദി അറേബ്യ, ഇന്ത്യ, അമേരിക്ക, ദുബായ്. ഉത്തരം ദുബായ്. നിസ്സംശയമായും ലോകത്ത് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ഏറ്റവും നല്ല രാജ്യം ദുബായ് ആണ്. തുടർന്ന് മറ്റ് രാജ്യങ്ങളായ മാലാവി, ഓസ്ട്രേലിയ, കൊളംബിയ, ഇന്തോനേഷ്യ എന്നിവയാണ്. ശരീരത്തിലെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന മൃഗം: പന്നി, ആന, കങ്കാരു, ഒട്ടകം. ഉത്തരം ആന. ആനയുടെ ചെവികളുടെ വലിപ്പം താപം കൈമാറ്റത്തിന് ഒരു വലിയ ഉപരിതല വിസ്തീർണം നൽകുന്നു. ഇത് ശരീരത്തിലെ അധിക താപം പരിസ്ഥിതിയിലേക്ക് പുറന്തള്ളാൻ അവയെ പ്രാപ്തമാക്കുന്നു. ചെവിയുടെ തൊലിക്കടിയിലുള്ള ആയിരക്കണക്കിന് നേർത്ത രക്തക്കൊഴലുകൾ സംവഹനം വഴി താപനഷ്ടം സുഗമമാക്കുന്നു. യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി: ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇപ്പം തന്നെ ചെയ്തേക്ക്. ഉത്തരം ക്യാരറ്റ്. യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എൻസൈമുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. പിത്താശയ കല്ലുള്ളവർ കഴിക്കാൻ പാടില്ലാത്തത്: കുരുമുളക്, മഞ്ഞൾ, മല്ലിയില, ഏലക്ക. ഉത്തരം മഞ്ഞൾ. പിത്താശയ സഞ്ചിയിലെ കല്ലുകളോ പിത്തരസനാളങ്ങളിലെ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ മഞ്ഞൾ പിത്തസഞ്ചി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും. ഏതു പക്ഷിയുടെ കൂട്ടത്തെയാണ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്? കാക്ക, മൂങ്ങ, പ്രാവ്, തത്ത. ഉത്തരം മൂങ്ങ. മൂങ്ങകളെ ജ്ഞാനികളായി കണക്കാക്കുന്നതിനാൽ മൂങ്ങകളുടെ ഒരു കൂട്ടത്തെ പാർലമെന്റ് എന്ന് വിളിക്കുന്നു. ഗ്രീക്ക് പുരാണങ്ങളിൽ ജ്ഞാനത്തിൻ്റെയും യുക്തിയുടെയും ദേവതയായ അധീനതയുടെ പ്രതീകമായി മൂങ്ങകളെ അറിയപ്പെടുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ 100 ദിവസം ജീവിക്കാൻ കഴിയുന്ന മൃഗം: കരടി, സിംഹം, പാമ്പ്, ആമ. ഉത്തരം കരടി. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കരടികൾ 100 ദിവസമോ അതിൽ കൂടുതലോ ജീവിക്കും. അവർ ഇത് ചെയ്യുന്നത് ഹൈബർനേഷൻ സമാനമായ ഒരു മന്ദഗതിയിലുള്ള അവസ്ഥയിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ്. മന്ദഗതിയിലുള്ള സമയത്ത് അവരുടെ മെറ്റബോളിസം മന്ദഗതിയിലാവുന്നു. ഹൃദയമിടിപ്പ് കുറയുന്നു. ശരീര താപനില ചെറുതായി കുറയുന്നു. അവർ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ മലമൂത്ര വിസർജനം ചെയ്യുകയോ ചെയ്യുന്നില്ല. വേനൽക്കാലത്ത് അവർ ശേഖരിച്ച കൊഴുപ്പ് ശേഖരത്തെയാണ് അവർ അപ്പോൾ ജീവിക്കാൻ ആശ്രയിക്കുന്നത്. കുളി കഴിഞ്ഞാൽ ആദ്യം തുടയ്ക്കേണ്ട ഭാഗം: തല, മുഖം, കാല്, മുതുക്. ഉത്തരം മുതുക്.
നമ്മുടെ ശരീരത്തിൽ എപ്പോഴും രണ്ട് അവസ്ഥകളാണ് നിലനിൽക്കുന്നത്, നന്മയും തിന്മയും. അതായത് നന്മയെന്ന ശ്രീദേവിയും തിന്മയെന്ന മൂദേവിയും. കുളിക്കാനായി ശിരസിൽ വെള്ളം ഒഴിക്കുന്നതും ശ്രീദേവിയും മൂദേവിയും ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങും. പിന്നീട് ശരീരത്തിൽ ഏതു ഭാഗമാണോ ആദ്യം തുടച്ച് ജലാംശം കളയുന്നത് അവിടെ മൂദേവി പ്രവേശിക്കും. കാരണം യുദ്ധത്തിൽ ജയിക്കുന്നത് ആദ്യം മൂദേവി അഥവാ തിന്മയായിരിക്കും. മുതുക് തുടച്ചാൽ മൂദേവി അവിടെ കയറുകയും രണ്ടാമത് മുഖം തുടയ്ക്കേണ്ടി വരുമ്പോൾ ശ്രീദേവി മുഖത്ത് പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പഴമക്കാർ പറയുന്നു. എന്നാൽ ഇതിനു പിന്നിൽ മഹത്തായ ഒരു ശാസ്ത്രരഹസ്യമുണ്ട്. കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് നട്ടെല്ലിലാണ്. നട്ടെല്ലിൽ കൂടുതൽ തണുപ്പ് ഏൽക്കേണ്ടി വന്നാൽ അത് രോഗങ്ങൾക്ക് കാരണമാകും. ഈ തിരിച്ചറിവിൽ നിന്നാണ് കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം നട്ടെല്ല് സ്ഥിതി ചെയ്യുന്ന മുതുക് തുടയ്ക്കണമെന്ന് വിധി ഉപദേശരൂപേണ പറയുന്നത്. കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കിവെച്ചാൽ കുറയുന്ന രോഗം: അലർജി, വാതം, അസിഡിറ്റി, തലവേദന. ഉത്തരം തലവേദന. പാദങ്ങൾ ചൂടുവെള്ളത്തിൽ മുക്കിവെക്കുന്നത് തലവേദന, പ്രത്യേകിച്ച് മൈഗ്രെയിൻ എന്നിവ ഒഴിവാക്കാൻ സഹായിക്കും. ചൂട് മൂലം കാലിലെ രക്തക്കുഴലുകൾ വികസിക്കുന്നു. ഇത് തലയിൽ നിന്നും രക്തം വലിച്ചെടുക്കാൻ സഹായിക്കുകയും മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട സമ്മർദ്ദവും വേദനയും കുറയ്ക്കുകയും ചെയ്യും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.